മോട്ടോർ വാഹന നിയമം ലംഘിച്ചെന്ന പേരിൽ പരിവാഹൻ ചലാൻ എന്ന വ്യാജേന മെസ്സേജുകളും വാട്സപ്പ് സന്ദേശങ്ങളും അയച്ച് തട്ടിപ്പ് സന്ദേശത്തിൽ കുടുങ്ങി APK ഫയൽ ഡൗൺലോഡ് ചെയ്താൽ കാശ് പോകും. വാഹനങ്ങളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് AI ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കപ്പെടുന്ന ചലാൻ എന്ന വ്യാജേന മെസ്സേജുകളും വാട്സപ്പ് സന്ദേശങ്ങളും പ്രചരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ വ്യാജനെ കണ്ടെത്താനാകില്ലെങ്കിലും തട്ടിപ്പ് സന്ദേശത്തിൽ ചലാൻ നമ്പർ 14 അക്കമാണ്. എന്നാൽ യഥാർത്ഥ ചലാനിൽ 19 അക്കമുണ്ട്. ബംഗളൂരു സിറ്റി പോലീസിന്റെ പ്രൊഫൈലുള്ള നമ്പറിൽ നിന്നാണ് കൂടുതൽ തട്ടിപ്പും നടന്നിട്ടുള്ളത്. സീറ്റ് ബെൽറ്റും ഹെൽമറ്റുമൊക്കെ ധരിച്ച് വാഹനമോടിച്ചവർക്ക് നിയമം ലംഘിച്ചെന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പിഴത്തുക അടയ്ക്കാൻ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാനും സന്ദേശത്തിൽ ആവശ്യപ്പെടും. എന്നാൽ ഇത്തരത്തിൽ പരിവാഹന APK ഫയൽ ഇല്ലെന്നും പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ വഴി മാത്രമേ പരിവാഹൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാകൂ എന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ C. നാഗരാജു പറഞ്ഞു. മാസങ്ങളായി തുടരുന്ന ഈ സൈബർ തട്ടിപ്പിനെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സമൂഹ മാധ്യമങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ വകുപ്പ് വാട്സപ്പ് വഴി സന്ദേശം അയക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ആരംഭിച്ചിട്ടില്ലെന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പണം അടയ്ക്കാൻ പറയില്ലെന്നും അധികൃതർ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങൾ ഇവ: ആരെങ്കിലും വാട്സപ്പിൽ അയച്ചു തരുന്ന ആപ്ലിക്കേഷൻ ഫയൽ ക്ലിക്ക് ചെയ്യരുത്. ചലാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക. പിഴ അടയ്ക്കാനുള്ള ഏതെങ്കിലും സന്ദേശം ലഭിച്ചാൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ളതാണോ എന്ന് ഉറപ്പാക്കുക. ഉപഭോക്തൃ സേവന വിഭാഗവുമായി നേരിട്ട് ബന്ധപ്പെട്ടും ഉറപ്പാക്കാം. വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും ഒരു വ്യാജ സന്ദേശത്തിൽ നൽകരുത്. ഇത്തരത്തിൽ വരുന്ന സന്ദേശം നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ നൽകാൻ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണ്. ഇത്തരം വിവരങ്ങൾ ഔദ്യോഗിക സന്ദേശങ്ങളിൽ ആവശ്യപ്പെടില്ല. ലഭിക്കുന്ന മെസ്സേജ് തട്ടിപ്പാണെന്നും തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ചലാൻ ഉപഭോക്തൃ സേവന വിഭാഗത്തെ അറിയിക്കുക. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന നമ്പറിൽ 1 മണിക്കൂറിനകം പരാതി രജിസ്റ്റർ ചെയ്യണം. cybercrime.government.in എന്ന സൈറ്റിലും പരാതികൾ രജിസ്റ്റർ ചെയ്യാം. ചലാൻ ഉപഭോക്തൃ സേവന വിഭാഗം ഫോൺ നമ്പർ 012049255505. അതുപോലെ തന്നെ ഇമെയിൽ helpdesk@government.in. നിരവധി പേർക്ക് ഇതിനോടകം തന്നെ സന്ദേശം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ MVD ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.